അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റമളാനു ഉമ്മത്തി, വിശുദ്ധമായ റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധമായ റമളാൻ വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വാർഷികമാണ് വിശുദ്ധമായ ഈ റമളാൻ. റമളാൻ മാസത്തിലാണ് അല്ലാഹു തആല പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇറക്കപ്പെട്ട ഖുർആനുൽ കരീം ഇറക്കപ്പെട്ടത്. അതിനാൽ വിശുദ്ധ ഖുർആനിനെ നാം ധാരാളമായിട്ട് ഓതുക. അലിഫ് ലാം മീം 3 ഹർഫുണ്ടെങ്കിൽ 30 പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഓരോ ഹർഫിനും 10 പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വിശുദ്ധ റമളാനിൽ സുന്നത്തുകൾ ഫർദിൻ്റെ സ്ഥാനത്തിൽ ലഭിക്കുകയും അങ്ങനെ ധാരാളം പുണ്യങ്ങൾ നമുക്ക് കരസ്ഥമാക്കുവാനും കഴിയുന്നതാണ്. അതുപോലെ തന്നെ വിശുദ്ധ റമളാനിലെ ഫർളുകളെ നാം യഥാവിധി അനുഷ്ഠിക്കുകയും ചെയ്യുക. ജമാഅത്ത് നിസ്കാരവും എല്ലാം നാം പരമാവധി ജമാഅത്തായിട്ട് തന്നെ നാം നിർവഹിക്കുകയും ചെയ്യുക. സുന്നത്തുകൾക്ക് ഫർദിൻ്റെ സ്ഥാനമാണ് വിശുദ്ധ റമളാനിൽ ലഭിക്കുന്നത്. ഒരു ഫർദ് ചെയ്താൽ 70 ഫർദ് ചെയ്തതായ കൂലിയുമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നാം ഈ പുണ്യങ്ങളുടെ ഭൂകാലമായ ഈ വിശുദ്ധ റമളാനെ നല്ല രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും നല്ല സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കുക. അങ്ങനെ റമളാൻ എന്ന വാക്കിൻ്റെ അർത്ഥം കരിക്കുക എന്നാണ്. എല്ലാ പാപങ്ങളെയും നാം കരിച്ചുകൊണ്ട് നാം പുതിയ ഒരു ജീവിതത്തിലേക്ക് നാം മടങ്ങുക. വെറും കാക്കയുടെ തൗബയാകാതെ കാക്ക മരത്തിൽ ചെന്ന് കൊത്തിയിട്ട് ഇനി ചെയ്യുകയില്ല എന്ന് പറയുന്നത് പോലെയാകാതെ തെറ്റിൽ നിന്നും മാറി നിന്നുകൊണ്ട് അത്തീഉല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുക. അല്ലാഹു തആല നമ്മുടെ വിശുദ്ധ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.